أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. حرمت عليكم أمهاتكم وبناتكم. حرمت عليكم أمهاتكم أمهاتكم وبناتكم وأخواتكم وعماتكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وعماتكم وخالاتكم وبنات الأخ وبنات الأخ وبنات الأخت وأمهاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. നമ്മളെല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായി നമ്മുടെ ഇസ്ലാമികമായ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് അഖീദയാണെങ്കിലും ഫിഖ് ആണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ എന്നോ ഒക്കെ ആയിരിക്കും പിന്നെ പഠിക്കണ്ടായിരിക്കും. മാത്രമല്ല ചിലപ്പോൾ പഠിക്കാതെ തന്നെ മരിച്ചു പോകും. അങ്ങനെയാണ് പലപ്പോഴും. അതായത് ഒരു പഠനക്രമത്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു വലിയൊരു പ്രശ്നം അതിലുണ്ട്. ചിലപ്പോൾ ഒരു അഖീദൻ്റെ വളരെ ചെറിയ ഒരു ഗ്രന്ഥം പോലും ആശയപരമായി ജീവിതത്തിൽ
നേരെ ചൊവ്വേ പഠിക്കാത്തവരും കേൾക്കാത്തവരും ഒക്കെ നമ്മൾ വിശ്വാസികളായിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഈ തൗഹീദിലും ദീനിലും ഒക്കെ ഇങ്ങനെ സംശയങ്ങൾ വരും. ആ നിലക്ക് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ അൽ മുഹറമാത്തു മിനൻ നിസാ. അതായത് ആരൊക്കെയാണ് ഒരു പുരുഷന് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ, മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ അന്യരായ ആളുകൾ ആരൊക്കെയാണെന്ന്. അപ്പൊ ആ അന്യരാരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് വലിയ അബദ്ധങ്ങൾ നമ്മുടെയൊക്കെ പെരുമാറ്റത്തിലും നമ്മുടെയൊക്കെ കുട്ടികളുടെ പെരുമാറ്റത്തിലും ഒക്കെ എന്ത് ചെയ്യും വരും. ഇപ്പോൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മളെ മക്കള് നമ്മുടെ അനുജൻ്റെയോ അതല്ലെങ്കിൽ അവരുടെ നമ്മുടെ മക്കളുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെയോ ഒക്കെ മക്കളോട് സാധാരണഗതിയിൽ പെരുമാറുമ്പോൾ അതൊരു ബ്രദർ, ഒരു സിസ്റ്റർ, നമ്മുടെ സ്വന്തം പെങ്ങൾ, ആങ്ങള എന്ന നിലക്കാണ് എന്ത് ചെയ്യുക പെരുമാറുക. സത്യത്തിൽ അവരെന്താണ്? അന്യരാണ്, വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഒരു അന്യ ആണാകുമ്പോൾ അന്യ ആണാണല്ലോ എന്ന നിലക്കുള്ള ഒരകലം അവിടെ പാലിക്കപ്പെടും. എന്നാൽ അന്യരായ ആളുകളെ അന്യരല്ല എന്ന് വിചാരിക്കുന്നതും പെരുമാറുന്നതും വളരെ വലിയ അപകടങ്ങളിലേക്ക് എന്ത് ചെയ്യും, നയിക്കും. ഇപ്പൊ നമ്മളൊക്കെ ഈ കൗൺസിലിങ്ങിന്റെ അനുഭവങ്ങളിൽ വളരെ ചെറുപ്രായത്തിൽ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ എന്താണ്, ഒരു പരിധി വരെ അന്യരല്ലെന്നവർ ധരിച്ച അന്യരിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഈ കഴിഞ്ഞ നമ്മുടെ യാത്രയിൽ അവിടെ കുട്ടികൾക്ക് വേണ്ടി, ടീനേജിലെ കുട്ടികൾക്ക് വേണ്ടി പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ചോദ്യങ്ങൾ എഴുതി തന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടി എഴുതി തന്ന ചോദ്യത്തിൽ അതുണ്ട്. അവളെ വളരെ ചെറുപ്രായത്തിൽ ഉപദ്രവിച്ചത് അവളുടെ ഇതേപോലെ ആരാണ്? അന്യനാണ് എന്നറിയാത്ത അന്യനാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ആ കുട്ടിൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ കുട്ടിക്ക് എല്ലാവരും പേടിയാണ്, ഭയമാണ്. വലുതാകും തോറും അവൾക്ക് ഭയങ്കരമായ ആശങ്കയാണ്, വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ഭയങ്കര ബേജാറാണ്. അപ്പോൾ അത് ആ കുട്ടിൻ്റെ ജീവിതത്തെ തന്നെ പൂർണ്ണമായും ബാധിക്കും. പക്ഷെ അത് അങ്ങനെ ബാധിച്ചു എന്നുള്ളത് എന്ത് ചെയ്യില്ല, രക്ഷിതാക്കൾക്ക് അറിയില്ല, മാതാപിതാക്കൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ ആരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്, കുട്ടികൾക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും കുട്ടികളെ അടിസ്ഥാനപരമായി നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. എത്ര വ്യക്തമായി എന്താണ് ഖുർആൻ ഒരു ഫിഖ്ഹിൽ പറയുന്നത് പോലെ എണ്ണിയാണ് പറയണത്, മനസ്സിലായില്ലേ? അതായത് ഈ മുഹറമാത്ത് നമ്മൾ തീരുമാനിക്കുന്നത്, തീരുമാനിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ എന്താണ് നസബ്, കുടുംബബന്ധത്തിലൂടെ നിഷിദ്ധമാക്കപ്പെട്ടവർ. അതായത് ഉമ്മ ഒരു പുരുഷന് നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീയാണ്, മകൾ നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീയാണ്, സഹോദരി നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീയാണ്, വാപ്പയുടെ പെങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടതാണ്, ഉമ്മയുടെ സഹോദരി നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ഉമ്മന്റെ ഉമ്മ അങ്ങനെ മേലക്ക് പോണത്. അതേപോലെ തന്നെ തൻ്റെ സഹോദരിയുടെ പുത്രി, അതേപോലെ തന്നെ സഹോദരന്റെ പുത്രി, ഇങ്ങനെ 7 ആളുകൾ. ഈ 7 ആളുകൾ എന്ത് ചെയ്യണം, അവർക്ക് മഹറമായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അതോടൊപ്പം മുലകുടി 5 പ്രാവശ്യം എന്താണ്, ആ 2 വർഷത്തിനിടയിൽ ഒരു സ്ത്രീയുടെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രസവത്തിലൂടെ ആ ഉമ്മയുമായുള്ള ബന്ധം പോലെ തന്നെയാണ് എന്ത്, മുലകുടിയിലൂടെ ഉണ്ടാകുന്ന ബന്ധവും. അപ്പൊ ആ മുല കുടിച്ച സ്ത്രീയുടെ ഭർത്താവ്, നിലവിലുള്ള ഭർത്താവ് ഈ കുട്ടിക്ക് പിതാവിൻ്റെ സ്ഥാനത്താണുള്ളത്. മുല കുടിച്ച കുട്ടിക്ക് പിതാവിൻ്റെ സ്ഥാനത്താണുള്ളത്. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും എന്ത് ചെയ്യും, ഇതുപോലെ ഈ പറഞ്ഞ 7 മുലകുടി ബന്ധം കൊണ്ടും എന്ത് ചെയ്യും, നിഷിദ്ധമാകും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിഹ്റാണ്. സിഹ്ർ എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിലൂടെ വരും. വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമാകുക എന്ന് പറഞ്ഞാൽ, ഒരാൾ വിവാഹം കഴിച്ചാൽ അയാൾ വിവാഹം കഴിച്ച ഭാര്യയുടെ മാതാവ് നിഷിദ്ധമായി, അത് മേലക്കൊക്കെ പോകും, മാതാവ് നിഷിദ്ധമാകും. അതേപോലെ തന്നെ
അതേപോലെ തന്നെയാണ് എന്ത് വിവാഹത്തിലൂടെ വിവാഹ ബന്ധത്തിലൂടെ എന്ത് ചെയ്യും. പിന്നെ ഈ വിവാഹം കഴിച്ച വ്യക്തിയുടെ, ഇപ്പോൾ എൻ്റെ മോൻ വിവാഹം കഴിച്ചാൽ ആ മോൻ്റെ ഭാര്യയെ എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. മോൻ്റെ ഭാര്യയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വിവാഹ ബന്ധങ്ങളിലൂടെ വരുന്ന എന്താണ് നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ കൃത്യമായി എണ്ണി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? നമ്മളെപ്പോഴാണ് പറഞ്ഞു കൊടുക്കുക? അഥവാ നമുക്ക് ആ ഒരു ബോധം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഇവരടുത്ത് പോയിരുന്ന് ഒരു പരിധിക്കപ്പുറം പെരുമാറുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എന്തല്ല, ഇതൊരു സന്ദർഭമല്ല, സമയമല്ല, അവർക്കത് മനസ്സിലാവില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിപ്പിക്കേണ്ട ഒരു സമയത്ത് എന്ത് ചെയ്യണം, പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർ ആ ഒരു അകലം പാലിച്ചുകൊണ്ടേ പെരുമാറുകയുള്ളൂ. അപ്പോ ഹുർരിമത്ത് അലൈക്കും, നിങ്ങളുടെ മേൽ എന്ത് ചെയ്തു, നിഷിദ്ധമാക്കപ്പെട്ടു, ഹറാമാക്കപ്പെട്ടു. പറഞ്ഞാൽ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഹുർരിമത്ത് അലൈക്കും, നിങ്ങളുടെ മേൽ വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ്? ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ, മാതാക്കൾ എന്നാണ് കേട്ടോ. നിങ്ങൾ ഈ എണ്ണി പറയപ്പെടുന്നതല്ലാത്തതെല്ലാം എന്താണ്, അനുവദനീയമാണ്. ഈ എണ്ണി പറഞ്ഞവയാണ് നിഷിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഉമ്മമാർ, അതിപ്പോൾ നമുക്കൊന്നിങ്ങനെ ചിന്തിച്ച് ആരൊക്കെ നിഷിദ്ധമാകുന്ന് നമ്മളെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ ഇതിൽ ഏകദേശം എണ്ണ നമുക്ക് കിട്ടും കേട്ടോ, കിട്ടും. പിന്നെ കുറച്ച് പൂർത്തി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകൂടി ഇത് വായിച്ച് മനസ്സിലാക്കും. ഉമ്മാനെ വിവാഹം കഴിക്കാൻ പറ്റാന്ന് അറിയാത്തപ്പോൾ ആരും ഉണ്ടാവില്ല, അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലാത്ത കാര്യം. വബനാതുക്കും, നിങ്ങളുടെ പെൺമക്കൾ. അപ്പോൾ നിങ്ങളുടെ ഒരാളുടെ ഉമ്മയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, അയാളുടെ മകളെയും അയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല. വഅഖവാതുക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ സഹോദരിമാരും. ഉഖ്ത് ആണ് അതിൻ്റെ ബഹുവചനമാണ് അഖവാത്ത്. ബിൻത്ത്, ബനാത്ത്, ഉമ്മ, ഉമ്മഹാത്ത്. വഅമ്മാതുക്കും, അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരൻ എന്നാണ്. അമ്മത്ത് എന്ന് പറഞ്ഞാലോ പിതാവിൻ്റെ സഹോദരി. അപ്പോൾ നമ്മുടെ നാട്ടിൽ അമ്മായി എന്ന് പറയും. വാപ്പാൻ്റെ പെങ്ങൾക്ക് നമ്മളെന്ത് പറയും, അമ്മായി എന്ന് പറയും കേട്ടോ. അപ്പോൾ വാപ്പയുടെ സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പറ്റും. വഹാലാത്തുക്കും, അപ്പൊ തന്നെ വന്നു ഉമ്മന്റെ സഹോദരിമാരും വന്നു. വാപ്പാന്റെ സഹോദരിമാരെ പറ്റൂല, ഉമ്മന്റെ സഹോദരിമാരെയും എന്ത് ചെയ്യൂല, പറ്റൂല. അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ജനിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും, മകളായി കണക്ക് കൂട്ടും. ഈ അഹവാത്ത് എന്ന് പറയുമ്പോൾ അഹവാത്തു ഷഖീഖാത്ത് എന്താണ്, നേർക്കുനേരെ ഒരേ വാപ്പക്കും ഉമ്മക്കും ഉള്ള സഹോദരിമാരെ പറ്റൂല. അതോടൊപ്പം തന്നെ എന്താണ്, ഉമ്മ മാത്രമുള്ള സഹോദരിമാരുണ്ടാവും, വാപ്പയൊത്ത സഹോദരിമാരുണ്ടാവും. ഉമ്മയൊത്ത സഹോദരിമാരും വാപ്പയൊത്ത സഹോദരിമാരുണ്ടാവും. അതായത് ഇപ്പോൾ ഒരാള് എന്ത് ചെയ്തു, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണ സമയത്ത് അവൾക്ക് എന്തുണ്ട്, മക്കളുണ്ട്. പിന്നെ വിവാഹത്തിലൂടെയും ഉണ്ടായി, അപ്പോഴും അവർ സഹോദരിമാരായി മാറും. അതേപോലെ തന്നെ അയാൾക്ക് വേറെ മക്കളുണ്ടെങ്കിൽ ആ മക്കളും ഇയാൾ വിവാഹം കഴിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്നു. വഹവാത്തുക്കും അമ്മാത്തുക്കും വഹാലാത്തുക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഉമ്മയുടെ സഹോദരിമാരും. ബനാത്തുൽ അഖി, സഹോദരന്റെ പുത്രി, നമ്മളുടെ ഒരാളുടെ സഹോദരന്റെ പുത്രി. ബനാത്തുൽ ഉഖ്തി, സഹോദരിയുടെ പുത്രി. സഹോദരന്റെ പുത്രി ഇപ്പോൾ എൻ്റെ അനുജന്റെ മകളെ, എൻ്റെ ജ്യേഷ്ഠന്റെ മകളെ, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ മകളെ എന്ത് ചെയ്യാൻ പറ്റൂല, വിവാഹം കഴിക്കാൻ പറ്റൂല. അതാണ് റളാഅത്ത് കൊണ്ട്. ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളഅനക്കും, എന്താണ്, നിങ്ങൾക്ക് മുല തന്നിട്ടുള്ളതായ നിങ്ങളുടെ ഉമ്മമാരും. നിങ്ങൾക്ക് മുല തന്നിട്ടുള്ളതായിട്ടുള്ള നിങ്ങളുടെ ഉമ്മമാരും. ഇപ്പൊ മുല കുടിച്ചാൽ 5 പ്രാവശ്യം ഒരു സ്ത്രീയുടെ മുല നമ്മൾ കുടിക്കണം. ഇപ്പോൾ ഈ ഇതിൽ പറയുന്നുണ്ട്, തഫ്സീറുൽ മനാറിൽ സയ്യിദ് റഷീദ് പറയുന്നുണ്ട്, ഇതിന്റെ വിശദീകരണം പറയുമ്പോൾ
ഇത് ഈ മുലൊടുക്കുക എന്നുള്ളത് എന്ത് വെച്ചാൽ ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ആ കുട്ടികളെ കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും, പഴയ കാലത്തൊക്കെ എന്ത് ചെയ്യും, ഞാനെന്നാണ് കൊടുത്തു നോക്കാറ്. അപ്പം അങ്ങനെ കൊടുത്തു നോക്കിയാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ മുല കുടിച്ചതിൻ്റെ വിവരം ആർക്കുണ്ടാവില്ല, അറിയില്ല. പിന്നെ ഒരു കല്യാണം കഴിക്കേണ്ട പെങ്ങളെ കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ എത്രയോ വിവാഹങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ, കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഈ മുല കൊടുത്ത സ്ത്രീ വന്നിട്ട് പറയുന്നത് ഞാനിപ്പൊക്ക് മുല കൊടുത്തതാണേ അറിയും. പിന്നെ അന്വേഷിക്കുമ്പോഴായിരിക്കും ഇവരെന്തായിരിക്കും അവർ. അപ്പം എന്ത് ചെയ്യും, മക്കളായിട്ടുണ്ടാവും കുട്ടികളായിട്ടുണ്ടാവും, എന്ത് ചെയ്യുക, ഒഴിവാണ്ടേരും, ഒരു സംശയം ഒഴിവാണ്ടി വരും. പിന്നെ കാലത്ത് അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിൽക്കാലഘട്ടങ്ങളിൽ എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുല കൊടുക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യണം, മുല കൊടുക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിനിപ്പോൾ നമ്മൾ ഈ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്തു, കുട്ടികൾക്ക് കൊടുക്കാൻ പ്രശ്നമില്ല. ആ കൊടുത്തത് ഏത് കുട്ടിക്കാണെന്നും അതാരാണെന്നും വളരെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. പിന്നെ അത് മറ്റുള്ളവരെ അറിയിക്കണം, ഒരു ഉമ്മൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ജ്യേഷ്ഠത്തിൻ്റെയും അനുജത്തിൻ്റെയും മക്കൾക്ക് പരസ്പരം അന്യരാണല്ലോ, ഒരു വിവാഹം കഴിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആങ്ങളമാരോ ഒന്നും ഇല്ലാതെ ആകുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മുലന് കൊടുക്കും. മുല കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മുല കൊടുത്താൽ മതി, ഒരാൾക്ക് മുല കൊടുത്താൽ പിന്നെ ഇവർ മൊത്തത്തിൽ എന്തായി, നിഷിദ്ധമായി. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്കൊരു ആങ്ങളെ പെങ്ങളെ പോലെ എന്ത് ചെയ്യാൻ പറ്റും, മഹറമായി നിൽക്കാൻ പറ്റും. അതായത് മുല കൊടുക്കുന്നതോടുകൂടെ എന്ത് ചെയ്തു, എല്ലാ മക്കളും സഹോദരങ്ങളായി, അവർ സഹോദരങ്ങളായില്ലേ. ഒരു ഉമ്മാൻ്റെ മുല കുടിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്തു, ഈ കുട്ടി ഇവരൊക്കെ എന്ത് ചെയ്തു, സഹോദരങ്ങളായി മാറി. അതുകൊണ്ടാണ് എല്ലാം, അതായത് ഈ നെസബ് കൊണ്ടാവുന്നതെല്ലാം 7 എണ്ണം നെസബ് കൊണ്ടാകും, 7 എണ്ണം റളാത്ത് കൊണ്ടും ആവും, 7 എണ്ണം റളാത്ത് കൊണ്ടോ കൊണ്ടാവും. ഇതിലത് റളാത്തിൻ്റെത് പറയുമ്പോൾ അത് പറയണില്ല, 2 എണ്ണേ പറയണുള്ളൂ. പക്ഷേ 2 എണ്ണേ പറയണുള്ളൂ എന്നുണ്ടെങ്കിലും എല്ലാവരും ഇജ്മാ ആയിട്ട് അംഗീകരിച്ച കാര്യമാണ് അങ്ങനെ. പിന്നെ നബിൻ്റെ ഹദീസുമുണ്ട്, അതായത് പിന്നെ പിന്നെ ഈ പ്രസവം കൊണ്ട് ആവുന്നതെല്ലാം മുലകുടി കൊണ്ടും ആവും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രയോഗമുള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ എന്തെയും പരിഗണിക്കും. ഉമ്മഹാതു നിസാഇക്കും, അമ്മായിമ്മമാര്. ഉമ്മഹാതു നിസാഇക്കും എന്ന് പറഞ്ഞാൽ അമ്മായിമ്മമാർ, അതായത് നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാർ, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാർ. ഉമ്മഹാതു നിസാഇക്കും വറബായിബുക്കുമുല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസാഇക്കും. നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരായ നിങ്ങളുടെ വളർത്തുപുത്രികളും, നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളതായ നിങ്ങളുടെ വളർത്തുപുത്രികളും. ഇപ്പോൾ വളർത്തുപുത്രിമാരെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിനെ പോയിട്ട് നമ്മൾ ദത്തെടുത്താൽ അവൾ നമ്മളുടെ വളർത്തുപുത്രി ആവില്ല. പിന്നെ ഈ വളർത്തുപുത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ, ഇപ്പം നമ്മളൊരു വിവാഹം കഴിക്കുന്നു, ആ വിവാഹം കഴിക്കുന്ന ആ സ്ത്രീക്ക് ഒരു മകളുണ്ട്, മനസ്സിലേ. നമ്മളൊരു വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് എന്തുണ്ട്, ഒരു മകളുണ്ട്. ആ മകൾ നമ്മുടെ പോറ്റുമകളാണ്. അപ്പം ആ മകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മഹറബ് പോലെ ആവാം. ചില പരിമിതികളും പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, ഒരു മഹറമായി പരിഗണിക്കുമ്പോൾ എല്ലാ മഹറമിൻ്റെയും പരിഗണന അവർക്കുമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അവിടെ ഒരു നിബന്ധനയുണ്ട്, മിൻ അല്ലാത്തി ദഹൽത്തും ബിഹിന്ന. അവിടെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധം നടന്നിരിക്കണം. അപ്പോൾ ഒരാളൊരു വിവാഹം കഴിച്ചു, ആ കഴിച്ച പെണ്ണിനൊരു മകളുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധത്തിന് മുമ്പേ ആ വിവാഹം ഒഴിവായെങ്കിൽ ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ അയാൾക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് അവരുടെ ഉമ്മയായ ഈ സ്ത്രീ അവർ തമ്മിലൊരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, പിന്നെ അയാൾക്കത് നിഷിദ്ധമാണ്. അവിടെ നിബന്ധന വെച്ചു. അതാണ് ദഹൽത്തും ബിഹിന്ന. ദഹൽത്തും ബിഹിന്ന, അതായത് നിങ്ങൾ പ്രവേശനം ചെയ്തിട്ടുള്ളതായ, നിങ്ങൾ ശാരീരിക ബന്ധം ചെയ്തിട്ടുള്ളതായ നിങ്ങളുടെ സ്ത്രീകൾ
സ്ത്രീകളിൽ നിന്നും നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരായ വളർത്തുപുത്രിമാർ അവരെയും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഫഇല്ലം തകൂനൂ ദഖൽതും ബിഹിന്ന, നേരത്തെ ആയത്തുനിന്ന് അത് മനസ്സിലാവും. എന്ത്? നിങ്ങൾ അവരിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലാണ് നിഷിദ്ധമാകുന്നതെന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അനുവദനീയമാണെന്ന് ഇത് കിട്ടൂലേ. പക്ഷെ എന്നാലും പടച്ചോൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ്? കാരണം അതിൽ സംശയം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിലെന്ത് ചെയ്തു? വ്യക്തത പറഞ്ഞു. ഫഇല്ലം തകൂനൂ ദഖൽതും ബിഹിന്ന, നിങ്ങൾ അവരിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല. ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് എന്തില്ല? കുറ്റമില്ല എന്നാണ്. ഈ റളാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ ശരിക്കും റളാഅത്ത് പറഞ്ഞപ്പോൾ ഉമ്മിനെയും ഉഖ്തിനെയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നവരെ ആയത്തിൽ എണ്ണുമ്പോൾ ആരെ മാത്രമേ പറയുന്നുള്ളൂ? ഉമ്മി സഹോദരി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരൊക്കെ നിഷിദ്ധമാവണമെന്നുള്ള ചോദ്യമുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയുന്ന മറുപടി എന്താന്ന് വെച്ചാൽ അന്ന ലബൻ ലൈസ ലഹാന, ഈ കുട്ടി കുടിക്കുന്ന പാല് എന്ന് പറഞ്ഞാൽ അത് ഈ ഉമ്മയുടേത് മാത്രമല്ല. ആ ഉമ്മയ്ക്ക് ആ പാല് ഉണ്ടാവാനുള്ള നിമിത്തം അവർ വിവാഹിതയായി ഒരു ഭർത്താവുണ്ട് എന്നതാണ്. അപ്പൊ സാഹിബുൽ ലബൻ എന്നാ പറയാ ഭർത്താവിന്, അതായത് ഈ പാലിന്റെ കാരണക്കാരനായ ഉടമസ്ഥൻ എന്ന നിലക്ക് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്? അയാൾ സ്വാഭാവികമായി എന്താകും? അന്ന സാഹിബൽ ലബൻ യകൂനു അബൻ. എന്ത് ചെയ്യും? ഒരു സ്ത്രീയുടെ മുല ഒരു കുട്ടി കുടിക്കുമ്പോൾ സ്വാഭാവികമായും ആ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിയുടെ ആരാകും? പിതാവാകും. അപ്പൊ പിതൃത്വവും മാതൃത്വവും അംഗീകരിക്കപ്പെട്ടാൽ, പിതൃത്വവും മാതൃത്വവും അംഗീകരിക്കപ്പെട്ടാൽ എന്തായി? പിന്നെ ഓർക്കുണ്ടായ കുട്ടികളെ പോലെ തന്നെ ആയി. മനസ്സിലായില്ലേ? ആ ഒരു ഇസ്തിംബാത്ത് അങ്ങനെയാണ്. അതായത് ഈ ലബനിന് സാഹിബുൽ ലബനും, ആ സാഹിബുൽ ലബൻ ആരാണ്? ഈ സ്ത്രീയുടെ ഭർത്താവാണ്. അപ്പോൾ ഈ കുട്ടി മുല കുടിക്കുന്നതോടുകൂടെ ഇവൾ ഉമ്മയാകുമ്പോൾ നിലവിലുള്ള ഭർത്താവ് ആരാകും? പിതാവാകും. അവരുടെ പിതൃത്വവും മാതൃത്വവും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായി? അവരുടെ കുട്ടികളെ പോലെ ബാക്കിയുള്ളവരൊക്കെ, നേരത്തെ പരിഗണിക്കപ്പെട്ടവരൊക്കെ അതിലെന്ത് ചെയ്യും? ആ പരിഗണനയിൽ വരും. അങ്ങനെയാണ് വരുന്നത്. മാതൃത്വവും പിതൃത്വവും സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്നുള്ള ഫർആയിട്ട്, അവരിൽ നിന്നുണ്ടായവരായിട്ടാണ് ഇവരെ കണക്കാക്കുക എന്നാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവരുടെ അടിസ്ഥാനപരമായി തന്നെ വരും. അതേപോലെ നബി പറഞ്ഞു യുഹ്റമു മിനർ റദാ മാ യുഹ്റമു മിനൻ നസബ്, കുടുംബ ബന്ധം കൊണ്ട് നിഷിദ്ധമാകുന്നതെല്ലാം വിവാഹബന്ധം കൊണ്ടും നിഷിദ്ധമാകും എന്ന് നബി പറയുക കൂടെ ചെയ്തതോടുകൂടെ എന്ത് ചെയ്തു? അത് തീരുമാനമായി. പിന്നെ ആരാണ്? വഹലായിലു അബ്നായികുമുല്ലദീന മിൻ അസ്ലാബിക്കും. വഹലായിലു അബ്നായിക്കും, ഹലായിൽ എന്ന് പറഞ്ഞാൽ ഭാര്യമാരാണ് കേട്ടോ. ഹലായിൽ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ. ഹലായിലു അബ്നായിക്കും, നിങ്ങളുടെ പുത്രന്മാരുടെ ഭാര്യമാർ, അതായത് മരുമക്കൾ. പുത്രന്മാരുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ മരുമക്കൾ. അല്ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ സ്വന്തം. അസ്ലാബ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ മുതുകല്ലുകളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ മുതുകല്ലുകളിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം മക്കളുടെ ഭാര്യമാർ, നിങ്ങളുടെ സ്വന്തം മക്കളുടെ പുത്രന്മാരുടെ ഭാര്യമാരെയും നിങ്ങൾക്ക് വേണം. നമ്മുടെ മകൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ പിന്നെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ, ഓനെ ഒഴിവാക്കിയാലും എന്ത് ചെയ്യാൻ പറ്റൂല? കല്യാണം കഴിക്കാൻ പാടില്ല. നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പാപ്പാര് മരിച്ചാൽ എല്ലാ ഓരിക്കണ കൂട്ടത്തിൽ ഭാര്യമാരെ ഓരിക്കും. ആ ഭാര്യമാരെ ആർക്ക് കിട്ടുക? മക്കൾക്കാ കിട്ടുക. അന്നത്തെ ജാഹിലിയത്തിൽ അങ്ങനെ പറ്റിയിരുന്നു എന്നാണ്. അതിനെയാണ് ഇസ്ലാം എന്തായത്? വിരോധിച്ചത്. അതാണ് ഇതൊരു സംസ്കാരമില്ലാത്ത പരിപാടിയാണ്. മിൻ അസ്ലാബിക്കും കേട്ടോ. പിന്നെ
അതും കൂടി ഇതിൽ ജംഅ് കൊണ്ട് നിഷിദ്ധമാകുന്നത് എന്നുണ്ട് കേട്ടോ. നസബ് കൊണ്ട് നിഷിദ്ധമാകുക, റളാഅത്ത് കൊണ്ട് നിഷിദ്ധമാകുക, സിഹ്ർ കൊണ്ട് വിവാഹബന്ധം കൊണ്ട് നിഷിദ്ധമാകുക, ജംഅ് കൊണ്ട് നിഷിദ്ധമാകുക എന്നും കൂടി പണ്ഡിതന്മാർ പറഞ്ഞു. ജംഅ് നിഷിദ്ധമാകുക പറഞ്ഞാൽ ഒരു സ്ത്രീയെ നമ്മൾ കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും ആ സ്ത്രീക്ക് ഒരു അനുജത്തിയോ ജ്യേഷ്ഠത്തിയോ ഉണ്ടെങ്കിൽ പിന്നെ അവരെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതെപ്പോ? ഇവൾ ജീവിച്ചിരിക്കെ. അതാണ് ജംഅ് ചെയ്യാതെ. നിലവിൽ ഉള്ള ഭാര്യയുടെ അനുജത്തിയെയോ ജ്യേഷ്ഠത്തിയെയോ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നാൽ ഇവർ മരിക്കുകയാണെങ്കിലോ പിന്നെ ജംഅ് ഇല്ലല്ലോ. ഭാര്യ മരിക്കുകയാണെങ്കിൽ ഭാര്യൻ്റെ അനുജത്തിനെ കെട്ടാം, ജ്യേഷ്ഠത്തിനെ കെട്ടാം, അതിന് വിരോധമില്ല. അപ്പൊ ജംഅ് ചെയ്യുമ്പോൾ അത് മഹറമായി വരും, അത് നിഷിദ്ധമായി വരും. കല്യാണം കഴിക്കാൻ എന്ത് ചെയ്യൂല, പറ്റൂല. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിലും അവൾ അന്യയാണ് കേട്ടോ, മനസ്സിലാക്കണത്. കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിലും എന്താണ്, അവരെന്തായി കണക്കൂട്ടണം? അന്യയായി കണക്കൂട്ടണം. കാരണം അത് സിഹ്ർ കൊണ്ടോ നസബ് കൊണ്ടോ റളാഅത്ത് കൊണ്ടോ ഉള്ള മഹറമല്ല, മുഹറമത്തിൽപ്പെട്ടതല്ല. മറിച്ച് എന്താണ്? ജംഅ്. ആ ജംഅ് എന്നുള്ളത് വേറെ വകുപ്പാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല തീരും. അതുകൊണ്ടാണ് ഭാര്യ മരിച്ച ആള് ഭാര്യയുടെ അനുജത്തിന് കല്യാണം കഴിക്കണില്ലേ, എന്നിട്ട് ആ കുട്ടികളെ അവർ നോക്കണില്ലേ? അതാ പറ്റൂല. അത് പറ്റൂല. അത് നമ്മള് വിവാഹം കഴിക്കുന്നതോടുകൂടി അവർ നിഷിദ്ധമായി. മനസ്സിലായി? അതെ. പിന്നെ എന്നാലും പറ്റും. ഇവര് ഒന്നിച്ച് ജീവിച്ചു എന്നുള്ളത് കൊണ്ട് അപ്പോ ഈ തജ്മഉ ബൈനൽ ഉഖ്തൈനി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞ ഇല്ലാ മാ ഖദ് സലഫ, മുമ്പ് കഴിഞ്ഞു പോയതൊഴികെ. മുമ്പ് കഴിഞ്ഞു പോയതൊഴികെ എന്ന് പറയാൻ കാരണം മുമ്പ് ഇത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ എത്രയോ ആളെടുത്ത് ജ്യേഷ്ഠത്തി അനുജത്തി ഒന്നിച്ചുള്ളത് ഉണ്ട്. അപ്പൊ ആ കഴിഞ്ഞത് പോട്ടെ, പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ വിവാഹങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതാണ് പറയുന്നത്. എത്ര കൃത്യമായിട്ടാണ് പടച്ചോൻ ഈ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു തരുന്നത് നമ്മൾ ആലോചിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയാണ് അള്ളാഹു പറയുന്നത്. അതിൽ തന്നെ അനുവദിക്കാവുന്നവരെ മുഴുവൻ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അനുവദിച്ച് തന്നിട്ടുണ്ട്. ആരൊക്കെ അനുവദിക്കാൻ പറ്റുമോ അവരൊക്കെ അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കരുണയും സ്നേഹവുമായിട്ടാണ് അള്ളാഹു അത് എണ്ണി പറയുന്നത്. ജംഅു ബൈനൽ മർഅത്തി വഅമ്മത്തി. ഈ ജംഅ് പറയുമ്പോൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ എന്താണ്, പിന്നെ അവളുടെ വാപ്പയുടെ സഹോദരിയെയും ഉമ്മയുടെ സഹോദരിയെയും കൂടെ പാടില്ല. അങ്ങനെയുണ്ട്. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ആ സ്ത്രീയുടെ വാപ്പൻ്റെ സഹോദരി, അതായത് അവളെ അമ്മായിന്, അവരെ ഇളയമ്മന്, മൂത്തമ്മാന് ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, കല്യാണം കഴിക്കാൻ പറ്റൂല എന്നാണ് കേട്ടോ. അതാണ് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ ജംഅയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. ഇനി ഇതിലൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നത്, മനസ്സിലാക്കാതെ പറ്റിപ്പോണതൊക്കെ എന്ത് ചെയ്യും, അള്ളാഹു പൊറുക്കും. അള്ളാഹു അങ്ങേയറ്റം എന്താണ്, കരുണയുള്ളവനാകുന്നു എന്നാണ് ഇതിൽ ഓർമ്മപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓർമ്മിക്കുക. ഒന്ന് മാതാക്കൾ കേട്ടോ, അതായത് നസബ് കൊണ്ടുവരുന്നത്. അത് സ്വന്തം മാതാക്കളാകാം, അല്ലെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും മാതാക്കൾ. വല്യമ്മ, 2 വല്യന്മാരുണ്ടാവില്ല, ആ വല്യന്മാരൊക്കെ ഈ മാതാക്കൾ പെടും. ഓലൊന്നും കല്യാണം കഴിക്കാൻ എന്ത് ചെയ്യൂല, പറ്റൂല. പിന്നെ പുത്രിമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം പുത്രിമാരല്ല, നമ്മുടെ പുത്രിമാരുടെ പുത്രിമാരും അങ്ങനെ പോകുന്നതൊക്കെ എന്ത് ചെയ്യും, അവർക്ക്. പിന്നെ സഹോദരിമാർ എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ഒത്ത സഹോദരിയും പറ്റും, പിതാവ് മാതാവ് മാത്രം ഒത്ത സഹോദരിയും പറ്റും. പിന്നെ അമ്മായി, അതായത് പിതാവിൻ്റെ സഹോദരിമാർ കേട്ടോ. പിന്നെ മാതാവിൻ്റെ സഹോദരികളായ പിന്നെ ഇളയമ്മ, മൂത്തമ്മ പോലുള്ള ആളുകൾ. പിന്നെ അടുത്തത് 6ാമത്തത് സഹോദരന്മാരുടെ പുത്രികൾ. പിന്നെ 7ാമത്തത് സഹോദരിമാരുടെ പുത്രികൾ. ഇങ്ങനെ 7 എണ്ണമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നല്ല. പിന്നെ നമ്മൾ പറഞ്ഞ മുലകുടി ബന്ധത്തിലും ഇതുപോലെ വരും എന്ന് പറഞ്ഞു. പിന്നെ വിവാഹം മൂലം നിഷിദ്ധമാകുന്ന കാര്യങ്ങളാണ് ഭാര്യമാരുടെ മാതാക്കൾ കേട്ടോ. അതേപോലെ തന്നെ വിവാഹത്തിലൂടെ വരുന്നതാണ് വളർത്തുപുത്രികൾ. വളർത്തുപുത്രി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു പുത്രിയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെയല്ലേ വരുന്നത്.
അപ്പം അതുകൊണ്ടും വിവാഹത്തിൽ നിഷിദ്ധമാക്കപ്പെടുന്നവരായിട്ടാണ് അതെന്ത് ചെയ്യുക പറയാം. ഇത്രയാണ് ഈ കാര്യങ്ങളുള്ളത്. അപ്പോൾ നോക്കി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. حرمت عليكم أمهاتكم وبناتكم حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم وعماتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأخواتكم من الرضاعة وأمهات نسائكم وربائبكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. إن الله كان غفورا رحيما.